ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പവിത്ര സീരിയലിന്റെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിന്റെ തമിഴിലെ ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയും കൂടി ഇതിന്റെ കൂടെ പറയുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇന്നാണെന്നുണ്ടെങ്കിൽ വേദേൻ്റെ അടുത്ത് അപമര്യാദയായിട്ട് പെരുമാറിയ ജോബിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് വിക്രം കേട്ടോ. വിക്രം പറയുന്നുണ്ട്, അതെ എന്റെ ഭാര്യ വേദ നീ പറഞ്ഞ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വരും, പക്ഷേ അവൾ ഒറ്റക്കായിരിക്കില്ല, കൂടെ ഞാനും ഉണ്ടാകും. എന്താ എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സോറി സോറി ഞാൻ ഞങ്ങളിന്ന് പെരുമാറില്ല, വേദെടുത്ത് ഞങ്ങളിന്ന് പെരുമാറില്ല എന്ന് ജോബി പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, വേദെടുത്ത് മാത്രമല്ല എടാ പെണ്ണുങ്ങൾക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ വേണ്ടി പഠിക്കണം കേട്ടല്ലോ. നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് ജോബി ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. ശേഷം നടന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ അച്ഛനോട് തുറന്നു പറയാണ് വിക്രം. അച്ഛനോട് പറയണ്ട്, അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല ഇവിടെ എസ്റ്റേറ്റ് തോട്ടത്തിൽ കുറച്ച് ഉടായ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അച്ഛൻ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അച്ഛനതൊന്നും അന്വേഷിക്കാത്തതുകൊണ്ട് മനസ്സിലാവാത്തയാണ്. പക്ഷെ എൻ്റെ ഭാര്യ വേദ ഇപ്പൊ അവിടെ തേയില പറിക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, അവള് കഴിഞ്ഞ ദിവസം ഒരു കള്ളത്തരം കണ്ടുപിടിച്ചു വച്ച എന്ന് പറയാണ്. എന്താ വിക്രം, എന്താണെങ്കിലും നീ തെളിച്ചു പറ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ജോബി നല്ല വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അറിയാലോ വിക്രത്തിന് ഇവിടെയും എടുപ്പത് പണിയുണ്ട്. എനിക്കറിയാം അച്ചോ ആ ജോബിനെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്. അവിടെ ഒരു പ്രശ്നമുണ്ട് അച്ചോ എന്ന് പറയാണ്. എന്താണെങ്കിലും പറഞ്ഞോ മോനെ എന്ന് അച്ഛൻ പറയുമ്പോ വിക്രം പറയണ്ട, അവിടുത്തെ തൊഴിലാളികൾ, അതായത് മൊത്തം 100 തൊഴിലാളികളുണ്ട് അല്ലേ അച്ചോ? 100 വിക്രം, 111 തൊഴിലാളികളുണ്ട്. അതെ, 111 തൊഴിലാളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ദിവസവും 350 രൂപയാണ് ഈ ഒരു ജോബി കൈപ്പൈസയായിട്ട് കൊടുക്കുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞ 350 രൂപയോ, ഞാൻ 550 രൂപയാണ് ദിവസം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അത് രാവിലെ 10 മണിക്ക് അവർ കയറി കഴിഞ്ഞാൽ 5 മണിക്ക് ഇറങ്ങണം എന്ന് ഞാൻ നിർബന്ധം പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ആൾക്കാർക്ക് അതിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിനുള്ള പണവും ഞാൻ ഏർപ്പാടാക്കാറുണ്ടെന്ന് പറയുമ്പോഴേക്കും വിക്രം പറയണ്ട, അച്ചോ അവിടെ 10 മണിക്കല്ല ജോലിക്ക് കയറേണ്ടത്, 9:30 തന്നെ എല്ലാവരും ജോലിക്ക് കയറാറുണ്ട്. 5 മണിക്കല്ല 6 മണിയാകുമ്പോഴാണ് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവരെ കൊണ്ട് മാട് പോലെ പണിയെടുപ്പിക്കുകയാണ് ജോബി. 550 രൂപക്ക് പകരം 350 രൂപയാണ് അവിടുത്തെ ഓരോരോ തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. 10 വർഷമായിട്ട് പണിയെടുക്കുന്ന ചേച്ചിക്കും ഇന്നലെ വന്ന വേദക്കും 350 രൂപയാണ്. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, വർഷം കൂടുന്തോറും 50 രൂപ വെച്ച് കൂട്ടി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല അച്ചോ, ഇപ്പോഴും 350 രൂപയാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഏകദേശം 200 രൂപ, കുറഞ്ഞത് 200 രൂപ ജോബി എടുക്കുന്നുണ്ട്. അങ്ങനെ 111 പേരുടെ കയ്യിൽ നിന്നാണ് പണം ഒരു ദിവസം കിട്ടുന്നത്. അപ്പൊ എത്ര രൂപയെന്ന് അച്ഛനൊന്ന് ആലോചിച്ച് ചോദിക്കേ. അപ്പോഴും അച്ഛൻ പറഞ്ഞു, ഈശ്വരാ ഇത് ഭയങ്കര കൊലച്ചതിയാണല്ലോ അവൻ ചെയ്യണത്. അതേ അച്ചോ, തൊഴിലാളികളെ മാനസികമായിട്ട് പീഡിപ്പിക്കുക, അതിന്റെ പൈസ ഫുൾ എടുക്കുന്നത് വെറുതെ നോക്കി നിൽക്കുന്ന ജോബി. പിന്നെ അത് മാത്രമല്ല, ഈ കാര്യം അച്ഛനോടായിട്ട് ഞാൻ പറയാം, എന്റെ ഭാര്യ വേദയെടുത്ത് അപമര്യാദയായിട്ട് ഈ ജോബി പെരുമാറി. അവളുടെ പനി മാറുമ്പോഴേക്കും അവളെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കാണേണ്ട പോലെ കാണണം എന്നൊക്കെയാ ഈ ജോബി പറഞ്ഞിരിക്കുന്നത്. വിക്രം, നിനക്ക് എന്താ തോന്നുന്നത്? അത് നീ പെരുമാറിക്കോ, എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. അവൻ ഇപ്പൊ തന്നെ പറഞ്ഞു പുറത്താക്കണം എന്ന് അച്ഛൻ പറയാണ്. ശരി അച്ഛോ എന്ന് വിക്രം പറയുന്നുണ്ട്. അതേ സമയത്ത് വേദ തിരിച്ച് പനിയൊക്കെ മാറിയിട്ട് ജോലിക്ക് കയറുമ്പോഴേക്കും മേരി ചേച്ചി പറയുന്നുണ്ട്, പനിയൊക്കെ കുറഞ്ഞല്ലോ അല്ലേ? കുറഞ്ഞു. പനി അന്വേഷിക്കാൻ വേണ്ടി ഒരാള് ഇന്നലെ വീട്ടിൽ വന്നിരുന്നു, പറഞ്ഞായിരുന്നു അച്ഛൻ എന്ന് പറയാണ്. എന്ത് പറയാനാണ്, അവന്റെ ഒരു സ്വഭാവം. ഇവിടെ നിന്ന് പോയപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു എന്തോ വശപ്പശക്കുള്ള പോക്കാണെന്ന്. പക്ഷെ വേദന കാണാനാ വരുന്നത് ഞങ്ങൾ സത്യമായിട്ട് വിചാരിച്ചില്ല കേട്ടോ. ചേച്ചി അതൊന്നും പറയാനല്ല ഞാനിപ്പോ വന്നത്. എന്താ വേദ, നിങ്ങൾക്ക് 350 രൂപയല്ലേ ദിവസം കൂലി തരുന്നത്? അതെ, പക്ഷെ 550 രൂപയാണ് അച്ഛൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അത് 5 വർഷത്തിൽ കൂടുതലായ ആൾക്കാർക്ക് എക്സ്ട്രാ പൈസയുണ്ട്. എന്റെ വേദ, ഞങ്ങൾക്ക് 350 രൂപയാണ് തരുന്നത്. അതെ, അതേപോലെ തന്നെ അച്ഛൻ പറഞ്ഞു 10 മണി തൊട്ട് 5 മണി വരെ വർക്കിംഗ് ടൈം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ ജോബി നിങ്ങളെ കൊണ്ട് മാട് പോലെ പണിയെടുപ്പിച്ച് ബാക്കി പൈസ എല്ലാം അയാളാണ് വിഴുങ്ങുന്നത്. ആ എഗ്രിമെന്റ് ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടതാണ്. 550 രൂപയാണ് ആദ്യം കയറുന്നൊരു തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. പിന്നീട് അത് കൂട്ടി കൂട്ടി വരാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ജോബി എനിക്ക് തരുന്ന 350 തന്നെയാണ് നിങ്ങൾക്കും തരുന്നത്. ഇത് വെച്ചു പുലർത്താൻ പാടില്ല വേദ എന്ന് മേരി പറയണം. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ ജോബിനെ അടിച്ചു പൊതിഞ്ഞ് പെട്ടിയിലാക്കാൻ പോകുന്ന ഭാഗമാണ് നാളെ കാണാൻ പോകട്ടോ. അതുകൊണ്ട് ജോബിയുടെ പണി എന്തായാലും നാളെ പോകും. അതുകൊണ്ട് തന്നെ ജോബിക്ക് ഇനി ശത്രുത വേദയെടുത്തും വിക്രത്തിനോടായിരിക്കും. അതിൽ കൂടുതൽ ശത്രുത വേദയെടുത്ത് തന്നെയായിരിക്കും കേട്ടോ. ഇത്രയും നാളെ ലക്ഷക്കണക്കിന് രൂപയല്ലേ മാസം മാസം എടുക്കാനുണ്ടായിരുന്നത്, ഇപ്പൊ അതൊന്നും നടക്കില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം അയാൾക്ക് ഉണ്ട് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.